നമ്മുടെ ബാലി ട്രിപ്പിൻ്റെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഈ വീഡിയോയിൽ എങ്ങനെ ടിക്കറ്റ്സ് ചീപ്പായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും, വീസ എങ്ങനെ എടുക്കാൻ പറ്റും, അതിൽ ഇമിഗ്രേഷൻ എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നുണ്ട്. സോ വാച്ച് ടിൽ ദ എൻഡ്. നമ്മളങ്ങനെ കോലാലംപൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്തു നിന്ന് നമ്മൾ ഒരു അറൗണ്ട് ഒരു 1:30 AM കയറിയത്. ഇവിടെ ഒരു 5:15 ടൈമിൽ എത്തി. ഇവിടുത്തെ ടൈം ആണെങ്കിൽ മോർണിംഗ് 8:30 റേഞ്ചിലാണ്. സോ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമ്മൾ അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ശരി. ഞങ്ങൾ ബാലിയിലേക്ക് എത്താൻ പോവാണ്. ഒരു 9:30 കഴിഞ്ഞപ്പോൾ കയറിയതാണ്. ഇപ്പോൾ ഇവിടുത്തെ ടൈം 12:30 ആകുന്നു. സോ അങ്ങനെ ബാലി എത്തിയിരിക്കുകയാണ്. നല്ല പൊരിഞ്ഞ വെയിലാട്ടോ പുറത്ത്. നമുക്ക് രണ്ട് രീതിയിൽ വീസ അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഇ വിസ ആയിട്ടും ഒന്ന് വിസ ഓൺ അറൈവലും. അതിൻ്റെ ക്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. സോ ഇ വിസയാണ് എപ്പോഴും ബെറ്റർ. ഇ വിസയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 7 to 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലെങ്കിലും നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. എയർപോർട്ടിൽ നമ്മൾ കണ്ടൊരു സ്കാം എന്ന് പറയുന്നത്, നമുക്ക് ക്യാബ് ബുക്ക് ചെയ്യാനായിട്ട് ഗ്രാബിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് ഫോണിൽ ഗ്രാബിൻ്റെ ഇമേജസ് വെച്ചിട്ട് നമ്മളെ ആളുകൾ വന്ന് വിളിക്കും. ബട്ട് ഗ്രാബിൻ്റെ ആയിട്ടുള്ള ഓതറൈസ്ഡ് പേഴ്സൺസ് ID കാർഡ് വെച്ചിട്ട് അവിടെ ഓൾറെഡി ഉണ്ടാവും. സോ അങ്ങനെയുള്ളവരുടെ അടുത്ത് വേണം നമ്മൾ ക്യാബ് ബുക്ക് ചെയ്യാൻ. ഗ്രാബും ഗോച്ചക്കും കമ്പയർ ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഗോച്ചക്കായിരുന്നു കുറച്ചും കൂടി അഫോർഡബിളായിട്ട് തോന്നിയത്. സോ ഞങ്ങൾ അതായിരുന്നു ചൂസ് ചെയ്തത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എയർപോർട്ടിൽ നിന്ന് നമ്മൾ ടാക്സി ബുക്ക് ചെയ്യുന്നത് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമുക്ക് 3 കിലോമീറ്റർ പോകാൻ തന്നെ നമുക്ക് ഇന്ത്യൻ റുപ്പീസ് ഒരു 800 ആയി. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് എത്താമെന്ന് വെച്ചാൽ ഇതിനടുത്തായിട്ട് കൃഷ്ണ ഒലെ എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അവിടേക്കായിരുന്നു നമ്മൾ ഡ്രോപ്പ് ലൊക്കേഷൻ കൊടുത്തത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കുട്ടയിലുള്ള കൃഷ്ണ ഒലയാണ്. അവിടെ തന്നെ നിയർ ആയിട്ട് ഒരു സ്മോൾ കൃഷ്ണയുണ്ട്. അതല്ല, ഈ ബൈപ്പാസിലുള്ള ബിഗ് കൃഷ്ണ ഒലയാണ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്റ്റേ ദൂരമാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ആയിരിക്കും ബെറ്റർ. ഏകദേശം 2 മണി ആയതുകൊണ്ട് തന്നെ കൃഷ്ണയുടെ ഏറ്റവും റൂഫ് ടോപ്പിൽ ബെർലിൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആയിരുന്നു. സോ അവിടെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് ബാക്കി ഷോപ്പിംഗ് ചെയ്തത്. റൂഫ് ടോപ്പ് ആയതുകൊണ്ടും പൂൾ വ്യൂ ഒക്കെ ഉള്ളതുകൊണ്ടും നമുക്ക് ഫാമിലി ആയിട്ട് ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ബെർലിൻ റെസ്റ്റോറൻറ്റ്. കൂടെ നമുക്ക് താഴെ നിന്ന് ഷോപ്പിങ്ങും ചെയ്യാൻ പറ്റും. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ കൃഷ്ണയിൽ വന്നിട്ട് വീണ്ടും ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. ബാലിയിലുള്ള ഒതൻറ്റിക് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതും അഫോർഡബിൾ പ്രൈസിലാണ്. ഒരു കാര്യം എടുത്തു പറയുന്നത്, ജ്വല്ലറീസിനൊക്കെ ആക്ച്വലി ഭയങ്കര റേറ്റ് കുറവാണ്. അത് നമ്മുടെ നാട്ടിലൊന്നും കാണാത്തതായിട്ടുള്ള യൂണീക്ക് പീസസ് ഒരുപാടുണ്ട്. ഒരു ചെറിയ ഷോപ്പിങ്ങിന് ശേഷം നമ്മൾ നിയറസ്റ്റ് ഒരു ഷോപ്പിൽ പോയി ഒരു സിം എടുത്തു. 3 lakh ആയിരുന്നു ചോദിച്ചത്. നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് 2 lakhന് കിട്ടി. 18 GB ഡേറ്റ പ്ലാനാണുള്ളത്. ആക്ച്വലി എയർപോർട്ടിൽ സിം എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പുറത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. എന്നിട്ട് നമ്മൾ ഗ്രാബും ഗോച്ചക്കും കമ്പയർ ചെയ്തപ്പം ഗോച്ചക്കിലായിരുന്നു എമൗണ്ട് കുറവ്. സോ നമ്മൾ അതിൽ ക്യാബ് ബുക്ക് ചെയ്തു. എന്നിട്ട് ആ ഗ്യാപ്പിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ക്യാബ് വെയിറ്റ് ചെയ്തു. ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് നമ്മുടെ സ്റ്റേയിലേക്ക് ആക്ച്വലി ഒരു 1.5 hours ടൈം ഉണ്ടായിരുന്നു. ഉബുദിലായിരുന്നു നമ്മുടെ സ്റ്റേ. അതുകൊണ്ടാണ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ടാക്സി എടുക്കാഞ്ഞതും. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് കാശ് സേവ് ചെയ്യാൻ പറ്റി. സോ നമ്മൾ റൂമിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയ കഫേയിൽ പോയി, കുറച്ച് അമ്മമാർ നടത്തുന്ന ഒരു കഫേ ആയിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ റൂമിലേക്ക് എത്തിയത്.
ഹായ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കാം. നമ്മൾ ആക്ച്വലി ഒരു 4 to 5 days മുമ്പാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ടും നമുക്ക് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് 2 പേർ കൂടെ 20K-യും അങ്ങോട്ട് വിത്ത് ലഗേജ് 30K ആയുള്ളൂ. ആ ടിക്കറ്റ് എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ സ്കൈ സ്കാനറിനകത്തൊന്ന് ഒബ്സർവ് ചെയ്തു ഫ്യൂച്ചർ ഡേറ്റ്സിൽ വരുന്ന ലോവസ്റ്റ് പ്രൈസ് എങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഏകദേശം ഐഡിയ കിട്ടും എത്രയാണ് ലോവസ്റ്റ് റേറ്റ്. അതനുസരിച്ചിട്ടാണ് നമ്മളുടെ ഈ കമ്മിങ് ഡേയ്സിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഡേയ്സിൽ അതിന് അടുത്തായിട്ടുള്ള ലോവസ്റ്റ് റേറ്റിൽ ടിക്കറ്റ്സ് വന്നപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യായിരുന്നു. അത് നമ്മൾ നൈറ്റ് ചെക്ക് ചെയ്യുമ്പോഴും വീക്ക് ഡേയ്സിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ ലോവസ്റ്റ് പ്രൈസ് കാണിക്കുന്നത്. റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ത്രൂ സിംഗപ്പൂരാണ്. നമ്മൾ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ 5.5 hours അപ്പോൾ നമുക്ക് ലേ ഓവർ ഉണ്ടെന്നുണ്ടെങ്കിൽ സിംഗപ്പൂർ എയർപോർട്ട് നമുക്കൊരു ഡേ ടൂർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ അതിൻ്റെ ഡേ ടൂറിൻ്റെ സ്ലോട്ട് രജിസ്റ്റർ ചെയ്താൽ മതിയാവും. പണ്ടൊക്കെ ഇതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നില്ല, ബട്ട് ഇപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഉറപ്പില്ല ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടാവുമോ എന്ന്, ബട്ട് സ്റ്റിൽ നമ്മളൊന്ന് ട്രൈ ചെയ്തതാണ്. ഇനി അഥവാ ഓപ്ഷൻ ഇല്ലെങ്കിൽ പോലും സിംഗപ്പൂർ എയർപോർട്ട് ഒരുപാട് കാണാനുള്ളത് കൊണ്ട് നമുക്കത് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി നമുക്ക് വിസ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് വേണ്ട ഡോക്യുമെൻറ്റ് ചെക്ക് ലിസ്റ്റ് എന്തൊക്കെയാണെന്ന് പറയാം. നമുക്ക് 2 രീതിയിൽ വിസ അപ്ലൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഇ വിസയും ഒന്ന് വിസ ഓൺ അറൈവലും. അതിൽ വിസ ഓൺ അറൈവൽ ആണെങ്കിൽ നമ്മൾ കുറച്ചധികം ക്യൂ നിൽക്കേണ്ടി വരും. പക്ഷേ ഇ വിസ ആണെന്നുണ്ടെങ്കിൽ പക്ഷേ എമൗണ്ട് കുറച്ച് ചേഞ്ചസ് വരും, ഓൺലൈൻ ചാർജസും അങ്ങനെയൊക്കെ ആയിട്ട്. ഡോക്യുമെൻറ്റ്സ് രണ്ടിനും ഏകദേശം ഒരുപോലെ തന്നെയാണ് വേണ്ടത്. വിസ ഓൺ അറൈവൽ ആണെങ്കിൽ ഫ്ലൈറ്റ്സിൻ്റെ ബോർഡിംഗ് പാസും കൂടെ കാണിക്കേണ്ടി വരും. അപ്പോൾ വേണ്ട ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ട്, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, 2 ഫ്ലൈറ്റ് ടിക്കറ്റും റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ്സും വേണം. പിന്നെ നമ്മുടെ സ്റ്റേയുടെ ഡീറ്റെയിൽസ്, ഹെൽത്ത് ഇൻഷുറൻസ് അത് ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ബാലിയിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്, ഫുഡ് പോയ്സണൊക്കെ വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. സോ നമ്മളത് എടുക്കുന്നത് നല്ലതായിരിക്കും, കാരണം ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ്. പിന്നെ നമുക്ക് വേണ്ടത് മസ്റ്റായിട്ട് വേണ്ടത് കസ്റ്റം ക്ലിയറൻസ് ആണ്. അതിന് വേണ്ട ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കസ്റ്റം ഡിക്ലറേഷന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. നമ്മുടെ ബേസിക് ഇൻഫോർമേഷൻസ്, വന്ന ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ്, സ്റ്റേയുടെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ലിങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു QR കോഡ് കിട്ടും. അത് നമ്മൾ എയർപോർട്ടിൽ കാണിച്ചാൽ മതിയാവും. വിസയ്ക്ക് നമുക്കായ എമൗണ്ട് എന്ന് പറയുന്നത് നാട്ടിലെ ഒരു 5,500, ഇവിടുത്തെ 1,30,000 ആണ്. സോ നമുക്കിവിടെ മസ്റ്റായിട്ട് വേണ്ട ഒരു ആപ്ലിക്കേഷനാണ് XC കൺവേർട്ടർ. നമ്മുടെ എമൗണ്ട് കൺവേർട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതെല്ലാവരും ഡൗൺലോഡ് ചെയ്യാം. സോ ഇത്രയൊക്കെയാണ് വിസയ്ക്കും ഇമിഗ്രേഷൻ ക്ലിയറൻസിനും നമുക്ക് വേണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.